നമസ്കാരം. പ്രധാന വാർത്തകൾ. രണ്ട് ജവാന്മാർ വീരമൃത്യു വരിച്ച സംഭവം അനുശോചിച്ച് മുഖ്യമന്ത്രി. ഛത്തീസ്ഗഡിൽ നക്സലാക്രമണത്തിൽ 2 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആക്രമണത്തിൽ മരിച്ച CRPF കോബ്ര യൂണിറ്റിലെ ജവാൻ തിരുവനന്തപുരം പാലോട് സ്വദേശി R. വിഷ്ണുവിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. നക്സൽ കലാപബാധിത പ്രദേശമായ സുക്മയിലുണ്ടായ സ്ഫോടനത്തിലാണ് മലയാളി ഉൾപ്പെടെ 2 ജവാന്മാർ കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു R, കാൺപൂർ സ്വദേശി ശൈലേന്ദ്ര എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നത്. വയനാട്ടിൽ പശുക്കളെ കൊന്ന തൊഴുത്തിൽ വീണ്ടും കടുവയെത്തി. നിരോധനാജ്ഞ. വയനാട് കേണിച്ചിറയിൽ വീണ്ടും കടുവയിറങ്ങി. 2 പശുക്കളെ കടുവ വേട്ടയാടിയ ബെന്നിയുടെ വീട്ടിലാണ് വീണ്ടും കടുവയെത്തിയത്. വനം വകുപ്പ് വൈകിട്ടോടെ കടുവയ്ക്കായി തിരച്ചിൽ അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവയെത്തിയത്. അതേസമയം വയനാട്ടിൽ കടുവാ ഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പൂതാടി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ 2 ദിവസത്തേക്കാണ് നിരോധനാജ്ഞ. കടുവയെ മയക്കുവെടി വെക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ 2, 16, 19 വാർഡുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. കടൽക്ഷോഭം. കെട്ടിടം തകർന്നു വീണു. കടൽ ഭിത്തി കെട്ടാത്തതിൽ പ്രതിഷേധം. ചാവക്കാട് കടപ്പുറത്ത് കടൽക്ഷോഭത്തിൽ കെട്ടിടം തകർന്നു വീണു. കടൽ ഭിത്തി കെട്ടാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. അഞ്ചങ്ങാടി വളവിൽ ഹസന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണ് തകർന്നത്. കടൽക്കരയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. PWD റോഡും കടലും തമ്മിലുള്ള ദൂരം നിലവിൽ 10 മീറ്റർ മാത്രമാണ്. നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. അതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം. എറണാകുളം വടക്കൻ പരവൂറിൽ സ്കൂട്ടറും ഓട്ടോയും കൂട്ടിയിടിച്ച് അമ്മയും മകനും മരിച്ചു. വൈപ്പിൻ നായരമ്പലം സ്വദേശി ബിന്ദു, മകൻ അൻവിൻ എന്നിവരാണ് മരിച്ചത്. ബിന്ദുവിന്റെ ഭർത്താവ് പരിക്കുകളോടെ ചികിത്സയിലാണ്. പറവൂർ ചെറായിപ്പാടത്ത് വൈകിട്ട് 8 മണിയോടെയാണ് അപകടം നടന്നത്. ബന്ധുവീട് സന്ദർശിച്ച് മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. ആൽവിൻ അമ്മയ്ക്കൊപ്പം സ്കൂട്ടറിലായിരുന്നു. KSU നേതാവ് അറസ്റ്റിൽ. KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ അറസ്റ്റിൽ. വീട് വളഞ്ഞാണ് പോലീസ് ഗോപുവിനെ അറസ്റ്റ് ചെയ്തത്. മലബാർ +1 സീറ്റ് പ്രതിസന്ധിയിൽ മന്ത്രി ശിവൻകുട്ടിയുടെ വാഹനം തടഞ്ഞ് കരിങ്കൊടി കാണിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. അതേസമയം മലപ്പുറത്ത് ആവശ്യത്തിന് +1 സീറ്റുണ്ടെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തള്ളി നാളെ കളക്ടറേറ്റിലേക്ക് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് SFI. പ്രതിസന്ധി രൂക്ഷമായതോടെ മറ്റന്നാൾ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്.